അസ്സലാമലൈക്കും. ഇപ്പോൾ സമയം നോക്ക് 11:30 ഇപ്പോൾ റിഹോ ഇന്നലത്തെ മാച്ച് കണ്ടിട്ട് വന്നിട്ട് എണീറ്റിട്ടേ ഇല്ല. ഇന്ന് എണീറ്റത് രണ്ട് മണി ആവാറാകുമ്പോഴാണ് അവൻ ഉച്ചയ്ക്ക് എണീറ്റത്. പിന്നെ ഞാൻ റിഹോ അല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഇന്നലത്തെ ചോറ് കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അത് ചൂടാക്കി. പിന്നെ ഒരു 10-11 മണിക്ക് ഒരിക്കൽ ചായ കുടിക്കണ ശീലമുണ്ട്, അപ്പോൾ ഞാനത് കുടിക്കും. പിന്നെ പടവലങ്ങ ഉപ്പേരി ഞാൻ വെച്ചു. പിന്നെ ഇത് ഞാൻ മീഷോന്ന് മേടിച്ചൊരു സാധനമായിരുന്നു, ഫ്രൂട്ട്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഫ്രൂട്ട്സൊക്കെ വെക്കുമ്പോൾ ഈ പൊന്നീച്ച എന്നൊക്കെ പറയുന്ന സാധനമില്ല, അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറക്കും. സോ ഞാൻ അപ്പോൾ അതിൽ ബിസ്ക്കറ്റ് അത് ഇതൊക്കെ ഇട്ട് വയ്ക്കുക. അപ്പോൾ ചോറ് ഉപ്പേരി ചായയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ റിഹു മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു, പക്ഷേ ഇക്കാക്ക വന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് ചെറുപയർ ഉപ്പേരി ചോറ് പപ്പടമൊക്കെ ഉണ്ടായി അങ്ങനെ ചെയ്തു. ഇത് റിഹുവിൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ പയറിൻ്റെ വിത്ത്, വെണ്ടയ്ക്ക വിത്തൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായി വളർന്നു. സോ അതിൻ്റെ വള്ളിയൊക്കെ ഒന്ന് വലിച്ചു കെട്ടണം. നമുക്ക് ഇവിടെ വീട്ടിൻ്റെ ആ സൈഡിലേക്ക് വലിച്ചു കെട്ടണം, ഈ കയറ് വെച്ചിട്ട് വലിച്ചു കെട്ടണം വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഓരോ ദിവസം ഓരോ കാരണങ്ങൾ കൊണ്ട് അത് നടക്കുന്നില്ല. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് മുളകിൻ്റെ വിത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, വന്നോ ആവോ. ഇത് റിഹുവിൻ്റെ ഒരു പഴയൊരു ഈ യൂട്യൂബ് ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പേര് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് നല്ല നിലയ്ക്ക് എത്തിക്കണം. പാവപ്പെട്ടവരാണ്, വീടൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്രശ്നമാവും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീട്ടിൽ കൂടോത്ര മുട്ട വെക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഓരോരുത്തർക്കും 100 രൂപ വെച്ച് തരുന്നുണ്ട്. വൈകിട്ട് ട്യൂഷൻ പിള്ളേരെ ഒന്നുണ്ടായിരുന്നു, ഒന്നും പഠിത്തമൊന്നും നടന്നില്ല, എന്തൊക്കെയോ പിന്നെ പറഞ്ഞ് കളിച്ചിട്ടിരുന്നു. പിന്നെ ബാക്കി മാവ് ഉണ്ടായിരുന്നു, കുറച്ച് ദോശമാവ്. അപ്പോൾ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് യൂട്യൂബിലൊരു വീഡിയോ കണ്ടത്. അപ്പോൾ ഞാൻ അത് എന്തിനാ മാവും കൊണ്ട് എന്തോ പണിയാരം എന്തോ ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ ജസ്റ്റ് അതിലേക്ക് എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, കുറച്ച് ഉഴുന്നിടുക, പിന്നെ വലിയ ഉള്ളി കുറച്ച് മുറിച്ചത്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്തുക. അപ്പോൾ ജസ്റ്റ് നമുക്ക് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് അത് കഴിക്കാനൊക്കെ പറ്റും, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ബ്രൗൺ ഷെയ്ഡൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. പിന്നെ അത് ഈ ഉണ്ണിയപ്പക്കല്ലിൽ ഇത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചത് മാവിൽ ഒഴിക്കണം. പിന്നെ ഉണ്ണിയപ്പക്കല്ലിൽ ഇങ്ങനെ എണ്ണ തൂകി അതൊന്ന് ജസ്റ്റ് ചൂടാവുമ്പോൾ മാവ് ഒഴിച്ച് കൊടുക്കുക. ഓരോരോ കല്ലിൽ മാവ് കുറച്ച് ഒരുപാട് നിറയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് നിറച്ച പോലെ എനിക്ക് തോന്നി, ഇത്രയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിങ്ങനെ ഒഴിച്ചു. പിന്നെ കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക. എനിക്ക് കുറച്ച് ധൃതി കൂടിയെന്ന് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. കാരണം കുറച്ചും കൂടി അതായിട്ട് ഞാനതൊന്ന് അങ്ങനെ ഇതാക്കിയാൽ മതിയായിരുന്നു. ഞാൻ കുറച്ച് ധൃതി വെച്ചു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഞാൻ ഇക്കാക്ക വരാറായ സമയമല്ല, അപ്പോൾ ശരി വന്നു വെച്ച ആൾ എന്തെങ്കിലും വിശക്കും, അപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് എടുത്ത് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ട്രൈ ചെയ്താണ്. കുഴപ്പമൊന്നുമില്ല, സാധനം സെറ്റായിരുന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ കുറച്ച് മാവ് ഒന്നാവണതിന് മുന്നേ ഞാനിങ്ങനെ മറിച്ചിടാൻ നോക്കി, അതാണ് പറ്റിയ തെറ്റ്. കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നന്നായിട്ടൊക്കെ ഉണ്ടായിരുന്നു. കാണാൻ ലുക്കില്ല എന്നുള്ളൂ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു സംഭവം. ഇനി ചെയ്യുമ്പോൾ കുറച്ച് സമാധാനത്തിൽ ചെയ്യണമെന്ന് മനസ്സിലായി. നമ്മൾ ധൃതി വെച്ചാൽ അതുപോലെ തന്നെ ആവും. അപ്പോൾ സാധനമൊക്കെ സെറ്റായിട്ടുണ്ട്, വെറുതെ കഴിക്കുക, അത്രയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് കോറ ഉണ്ടാക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു ഇക്കാക്ക. സോ ഞാൻ കോറ എങ്ങനെയാണ് കാച്ചുക, അതായത് നമ്മൾ ഉപ്പുമാവ് താളിക്കണ പോലെ താളിച്ച് അതിൽ ഒരു മുട്ട ഒഴിച്ച് നന്നായി ചിക്കി വെള്ളമൊക്കെ ഒഴിച്ച് അതിൽ കോറ മിക്സ് ചെയ്ത വെള്ളമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. നല്ല ഹെൽത്തി ഫുഡാണ്. ഇതും കാണാനൊരു ലുക്കില്ലെന്നുള്ളൂ, പക്ഷെ ഭയങ്കര ഹെൽത്തി ഫുഡാണ്. അപ്പോൾ ഇതൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ആ മാപ്പയും അതിനും കൂടി അവിടെ സലാഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ടേബിളൊക്കെ മൊത്തം അലങ്കോലം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ള പച്ചക്കറിനെയൊക്കെ റിഹു മുറിക്കുന്നുണ്ട്, വാപ്പ കുറച്ച് മുറിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഇക്കാക്കൻ്റെ ഓഫീസിലെ വണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തതന്നേ ഉള്ളൂ.